ഹൈസ്കൂൾ കാലഘട്ടം ഓരോരുത്തരും ഓർത്തു വയ്ക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണല്ലേ ഹൈസ്കൂൾ കാലഘട്ടത്തിലെ തമാശകളും ഒരു ചെറിയ കൊച്ചു പ്രണയമൊക്കെ പറയുന്ന ഒരു നല്ലൊരു മൂവി ആയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ എത്തിയിരിക്കുന്നത് യോ മൈ ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്ന മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ട്. ഓൾറെഡി ഈ ഒരു മൂവിയുടെ ജാപ്പനീസ് വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കാം. സോ 2024 ഇറങ്ങിയ കൊറിയൻ വേർഷനുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് 2002 ജിനു എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ്. ഈ 2002 വേൾഡ് കപ്പിൽ സോക്കറിൽ കൊറിയയ്ക്ക് മെഡലൊക്കെ കിട്ടി. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഈ സോക്കർ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കളി കളിക്കാറേ ഇല്ല എന്ന് പറഞ്ഞ് പിന്നീട് ജിനുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അവിടെ അടുത്തുള്ള തട്ടുകടയിൽ നിന്നും ഫുഡ് വാങ്ങി തട്ടുന്ന ആദ്യത്തെ ആളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആളെ നമുക്ക് ഫുഡി എന്ന് വിളിക്കാം കേട്ടോ. ഡോങ്ഹ്യൂൻ എന്നാണ് ആളുടെ പേര്. പിന്നീട് ഫുൾ ടൈം ഉറക്കം മാത്രമുള്ള, അതായത് ഈ ഫുഡിയുടെ കയ്യിൽ നിന്നും ഫുഡ് തട്ടിപ്പറിച്ചോടുന്ന മറ്റൊരു ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേര് ബ്യോങ്ഷു എന്നാണ്. നമുക്ക് എപ്പോഴും ഉറങ്ങുന്നത് കൊണ്ട് തന്നെ സ്ലീപ്പി എന്ന് വിളിക്കാം. അടുത്ത ആള് ഫുൾ ടൈംസും ഈ മസാല മൂവീസും അതുപോലെ ഈ ഫാഷൻ ബുക്കൊക്കെ നോക്കുന്ന നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും അതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട് അല്ലേ, അങ്ങനത്തെ ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. അവനെ നമുക്ക് തൽക്കാലം ഹോട്ടി എന്ന് വിളിക്കാം. അവൻ്റെ പേര് തേവാൻ എന്നാണ്. പിന്നീട് ലാസ്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവൻ്റെ പേര് സങ്ബിൻ എന്നാണ് കേട്ടോ. ഈ സങ്ബിൻ ഉണ്ടല്ലോ, അവൻ സോളിൽ നിന്നും കഴിഞ്ഞ ഇയർ ട്രാൻസ്ഫറായി വന്നിട്ടുള്ളതാണ്. ആള് ഭയങ്കര ജാടക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഈ സങ്ബിൻ അവൻ്റെ ഒരു പുതിയ വൈറ്റ് ഷൂ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഷൂ അല്ലേ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ 4 എണ്ണം കൂടിയിട്ട് അതിൽ നിറച്ച് ചളിയാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 5 പേര് ചിന്തകൾ കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരേ തോട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ തന്നെ ക്ലാസ്സിലെ പ്രസിഡൻ്റായ സിയോനയുടെ കാര്യത്തിൽ അവൾ ഭയങ്കര സൂപ്പറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളോടൊരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് നമ്മുടെ നായിക സിയോനയാണ് കാണിക്കുന്നത്. ആള് കുറച്ച് ചുള്ളത്തിയൊക്കെ തന്നെ ആയിരിക്കും. ഇവരുടെ ക്ലാസ്സിലെ തന്നെയല്ല, ഈ സ്കൂളിലെ തന്നെ എല്ലാവരുടെയും ക്രഷായിരിക്കും സിയോന. അങ്ങനെ ഇവരുടെ ഒരു ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ്സിൽ സാറ് നന്നായി തന്നെ പഠിപ്പിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും നൈസായിട്ട് ഓരോ പോക്കിർത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സിയോനയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഹോട്ടീനെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചിട്ടൊക്കെ കളിയാക്കുകയാണ്. ആ ടൈമിൽ ടീച്ചർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം കൂടിയിൽ ചോക്കെടുത്ത് ഇവൻ എറിയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ജിനു ആണെങ്കിൽ കയ്യിലുള്ള മിൽക്കോ എന്തോ എടുത്തിട്ട് ഈ ഹോട്ടി എറിയുന്ന ടൈമിൽ അത് കറക്റ്റായിട്ട് സിയോനയുടെ ടേബിളിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവളും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇവളും പെടുന്നുണ്ടല്ലോ. അങ്ങനെ 3 പേർക്കും പണിഷ്മെൻറ്റ് കൊടുത്ത് പുറത്ത് നിൽക്കുന്ന ടൈമിൽ ഇവരുടെ ഹോം റൂം ടീച്ചറാണെങ്കിൽ, എന്നാലും നിനക്കിത് എന്ത് പറ്റി സിയോനെ, നീ ഇങ്ങനെ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളേനും ചീത്ത പറയുന്നുണ്ട്, പയ്യന്മാരെയും ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം ജിനു നല്ല പയ്യനാണ്, നല്ല പഠിക്കാനുള്ള കാലിബറൊക്കെ ഉണ്ട്, പക്ഷെ ഉഴപ്പി നടക്കല്ലേ. ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ സിയോനയുടെ ഫ്രണ്ടിൽ നീ ഇരുന്നാൽ മതി, അവൾ നിനക്ക് ഹെൽപ്പ് ചെയ്യും, പഠിക്കാനൊക്കെ നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സിയോനയോട്, അതായത് ജിനുവിനെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. സിയോനയുടെ അടുത്തൊരു ഗേൾ ഫ്രണ്ടിനെയാണ് അവിടെ കാണിക്കുന്നത്. ജീസു ആയിരിക്കട്ടെ, ആൾക്കൊരു K-pop സ്റ്റാർ ആകണം എന്നൊക്കെയാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ജിനു ആണെങ്കിൽ, ഇതാണോ ഡാൻസ് എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫുഡിയോടൊരു ഡാൻസ് അങ്ങ് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഫുഡി ആണെങ്കിൽ അത്യാവശ്യം നന്നായി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ദേ നോക്കിയാൽ ഇതാ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ജീസുവിനെ കളിയാക്കുന്നതും അപ്പോൾ ആ ടൈമിൽ സിയോന ഇടപെടുന്നുണ്ട്. അല്ല, ഇയാൾ എന്തോ ഈ പറയുന്നേ, എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ട് താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അയ്യോടെ മോളെ, ഞാൻ എന്തിനു എഫേർട്ട് എടുക്കുന്നേ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ തള്ളുന്ന ടൈമിൽ ഈ സങ്ബിനാണെങ്കിലോ ഇവൻ്റെ നേരെ ബാസ്കറ്റ് ബോൾ എറിയുന്നുണ്ട് കേട്ടോ. നീ എന്തുവാടി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കളിക്കാൻ വരുന്നില്ലെന്ന് ചോദിച്ചു സങ്ബിൻ ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതായത് ജിനു ഇവളായിട്ട് സംസാരിക്കുന്നത് അവൻ അത്രയ്ക്കങ്ങ് ഇഷ്ടമായിട്ടില്ല. പിന്നീട് വീട്ടിലെത്തുന്ന ടൈമിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് ജിനു. അച്ഛനാണെങ്കിൽ നല്ല ഫുഡിയൊക്കെ ആയിരിക്കും, അല്ല നല്ല ഷെഫ് ആയിരിക്കും കേട്ടോ. നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിന്റെ ടീച്ചർ വിളിച്ചിരുന്നു, നിന്നെ ക്ലാസ് റൂം പ്രസിഡന്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുത്തി, നാളെ മുതൽ പഠിക്കാൻ പോവാല്ലേ, നല്ല തീരുമാനം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണെങ്കിൽ കുറേ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ, നിങ്ങൾക്ക് മനുഷ്യ ഭ്രാന്തുണ്ടോ, ഒരുപാട് പൈസയാണ് ഫുഡിന് വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നതും ഡ്രിങ്ക്സ് അടിക്കുന്നതും, അതായത് ഇവരുടെ ഫാമിലി
മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എല്ലാവരും എടുക്കാൻ പറയുകയാണ് കേട്ടോ. കൊണ്ടുവരാത്തവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്, പുറത്ത് നിൽക്കേണ്ടി വരും. ഇത് തന്നെ താപ്പെന്ന് നോക്കിയിട്ട് ഇവ നോക്കുമ്പോൾ സിയോനയുടെ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇവൾ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ബുക്ക് ഇവൾക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വിസ് പങ്കെടുക്കേണ്ടല്ലോ, അത് ആലോചിക്കുന്ന ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ ബുക്ക് ഇവൾക്കും കൊടുത്ത് ശിക്ഷ അങ്ങ് ഏറ്റുവാങ്ങുന്നുണ്ട് കേട്ടോ. ഇവൻ നൈസായിട്ട് ഒരു ചെയറും തൂക്കി പിടിച്ച് അതിനെ പോകുന്നതാണ് ഇവൾ ശ്രദ്ധിക്കുന്നത്. അത് മാത്രമല്ല, ഇവൻ്റെ ടെസ്റ്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രീമും ഇല്ല, ആരും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതും അതുപോലെ ഒരു ബൈക്കിൻ്റെ ഫോട്ടോയൊക്കെ വരച്ചിരിക്കുന്നതും ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ സ്കൂൾ ഗ്രൗണ്ടിൽ എവിടെയോ പാർക്ക് ചെയ്ത ബൈക്കിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് നീ ചുള്ളത്തി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് സിയോന എത്തുന്നത്. നേരത്തെ ബുക്ക് തന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്ന സിയോനയാണെങ്കിൽ അല്ല, ആ ബുക്കിൽ എഴുതിയതുപോലെ ശരിക്കും നിനക്കൊരു ഡ്രീമും ഇല്ലേ, അല്ല നിനക്ക് നന്നായി പഠിച്ചൂടെ, നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിന്, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഫസ്റ്റ് വരും, അപ്പോൾ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ആ ടൈമിൽ വീണ്ടും അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സംബിൻ ഇവൻ്റെ മണ്ടയിലേക്ക് ബോൾ എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിനു ആണെങ്കിൽ എടാ നിനക്ക് വേറെ ഒരു പണിയില്ല, നോക്കിയും കണ്ടും കളിച്ചൂടെ എന്ന് ചോദിച്ച് ചൂടായി കളിക്കാനാണ് പോകുന്നത്. പിന്നീട് ഈ സംബിനുമായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഇവനാണെങ്കിൽ നന്നായി തന്നെ പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഷോ ഓഫ് ഒക്കെ ആയിരിക്കും, പക്ഷെ ജയിക്കുന്നത് സംബിനായിരിക്കും. അതെ, നല്ല സ്കോർ ആര് വാങ്ങിയെന്നല്ല, പകരം ആര് നന്നായി പെർഫോം ചെയ്തു എന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അതിൽ ഞാൻ മികവ് പുലർത്തിയെന്നൊക്കെ പറഞ്ഞ് ഇവൻ പോകുന്ന ടൈമിലാണ് ഈ ഗെയിമിൽ ഞാനാ ജയിച്ചെന്നും പറഞ്ഞ് സംബിൻ അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അത് നീ ചെയ്യണം. എന്ത് കാര്യം? വേറെ ഒന്നുമല്ല, നീ സിയോനയുടെ പിറകെ നടന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുമ്പോൾ അത് ശരി, ഇങ്ങനത്തെ ഒരു കാര്യം വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഗെയിമിന് മുന്നേ പറയണമായിരുന്നു, നീ പോടാ എന്ന് പറഞ്ഞു പോകുന്ന ഇവനാണെങ്കിൽ വലിയ കാര്യമായിട്ട് ബാസ്കറ്റ് ബോളൊക്കെ എടുത്തങ്ങ് എറിയുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് ആ കോർട്ടിൽ വീഴുന്നു പോലും ഇല്ല. ചെക്കോപ്പ് നാണക്കേടെന്ന് പറഞ്ഞിട്ട് ജിനു പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പെന്ന് വെച്ച് തോന്നുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് മെയിൻ ടോപ്പിക്സ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗൈഡ്സ് ഉണ്ട്, കുറേ ബുക്സ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇയാൾ എന്താ എൻ്റെ അമ്മയാണോ, ഇത്രയ്ക്കും ഫേവർ ഒന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അതെ, ഫേവർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു എഫേർട്ട് എടുക്കാതെ എഫേർട്ട് എടുക്കുന്ന ആളുകളെ കുറച്ച് കുറ്റം പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന സ്വഭാവം നിനക്കുണ്ട്, അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് ചൂടായിട്ടാണ് കേട്ടോ ഇവൾ ഈ ബുക്കും മറ്റും കൊടുക്കുന്നത്. പിന്നീട് ഇവർ ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പണ്ടത്തെ ഡ്രാമാസിലൊക്കെ ഉണ്ടാകുന്ന ഈ കൊട്ടാരമൊക്കെ ഇല്ലേ, പാലസ്, അങ്ങോട്ടാണ് പോകുന്നത്. സോ പാലസിൽ രാജാവിൻ്റെ വേഷമൊക്കെ ബോയ്സും അതുപോലെ നോബിൾ വുമൻ്റെ ഡ്രസ്സൊക്കെ ഇവരും ധരിക്കുന്നുണ്ട് കേട്ടോ. ഗേൾസ് ആ ലുക്കിൽ സിയോനെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നോക്കി നോക്കി സിയോനെ കാണാൻ എന്ത് ഗ്ലാമർ ആലേ എന്ന് പറയുമ്പോൾ ജിനു ആണെങ്കിൽ നൈസായിട്ടൊന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട്. സംഭവം ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കാര്യമായിട്ട് തന്നെ പിന്നെ പഠിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ടഫായിരിക്കും, വലിയ കാര്യമായിട്ട് പഠിക്കാത്തതൊന്നുമല്ലേ, പക്ഷേ കുത്തിയിരുന്ന് അങ്ങ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഇവളുടെ അടുത്ത് ആരോ ഡൗട്ട് ചോദിക്കാൻ വരുമ്പോൾ മാറി എനിക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഒക്കെ ഇടുന്ന ജിനുവിനെയാണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു പ്രോബ്ലം എത്ര കുത്തിയിരുന്നിട്ടും കിട്ടുന്നില്ല കേട്ടോ. ദേഷ്യപ്പെടുന്ന ടൈമിലാണ് അങ്ങോട്ട് അച്ഛൻ എത്തുന്നതും എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ പഠിക്കേണ്ടത് വലിയ ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ടൈമിൽ തന്നെ അമ്മയാണെങ്കിൽ അച്ഛന് ചീത്ത പറയുന്നതാണ് കേട്ടോ ഇവൻ കേൾക്കുന്നത്. എത്ര പ്രാവശ്യം മനുഷ്യ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ചിലവാക്കരുതെന്ന്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അച്ഛനാണെങ്കിൽ മോനെ ജോലി കിട്ടണത് ഏറ്റവും അത്യാവശ്യമാണ്, അതെന്തുകൊണ്ടും നല്ലതാണെന്നൊക്കെ പറയുന്നത്. പിന്നീട് ഇവനാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം കഴിയുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 86 മാർക്ക് ഇവന് കിട്ടുന്നുണ്ട് കേട്ടോ. വാവ് സൂപ്പർ എന്നൊക്കെ ഫ്രണ്ട്സ് പറയുമ്പോൾ സാറാണെങ്കിലോ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, കണ്ടില്ലേ നീ നന്നായി എന്നൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ എന്തോ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് സാറാണെങ്കിൽ എല്ലാവരെയും പിടിക്കുന്നുണ്ട് കേട്ടോ. ബാഗ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഫുഡിയുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് സ്നാക്സ് ആണ് കിട്ടുന്നത്. അതായത് ബുക്സിനൊക്കെ കൂടുതൽ സ്നാക്സ് ആയിരിക്കും കേട്ടോ. ഇതെന്തുവാ എനിക്ക് ശരിക്കും സംശയമുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇത്തിരി ചബ്ബിയാണല്ലോ. അപ്പോൾ ഇവൻ അതും പറഞ്ഞ് കളിയാക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ദേഷ്യം വരുന്ന ജിനു ആണെങ്കിലോ ദേ സാറേ പൈസ പോയത് ശരി, ഇനി പൈസ വേണമെങ്കിൽ ഞാൻ തന്നേക്കാം, ചിലപ്പോൾ അത് മറന്നതും ആവാലോ, ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവനിങ്ങനെ ബോഡി ഷെയ്മിങ് ഒന്നും ചെയ്യരുതെന്ന്
എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞ് മുന്നോട്ട് സിയോനയും എത്തുന്നുണ്ട്. നിങ്ങൾ എന്നെ ധിക്കരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സാറിനോട്, അല്ല, പക്ഷെ സാർ ഇപ്പോൾ സംസാരിച്ചത് തെറ്റാണ്, എന്തെങ്കിലും തെറ്റ് കണ്ട അത് പറയേണ്ടത് കുട്ടികളായി ഞങ്ങളുടെ കൂടി കടമയാണെന്നൊക്കെ പറയുന്നതും ഇവർ രണ്ടുപേരും കുനിഞ്ഞു നിന്ന് പണിഷ്മെന്റ് അങ്ങ് നേരെ ഏറ്റുവാങ്ങുകയാണ് കേട്ടോ. ഇത് കണ്ട് ഇവരുടെ ഗ്യാങ്ങിലുള്ള ഫ്രണ്ട്സും അതുപോലെ ജീസുവും വന്നിട്ട് പണിഷ്മെന്റ് വാങ്ങുന്നുണ്ട്. പിന്നീട് എല്ലാവരും പുറത്ത് ഈ ചെയർ ഇല്ലാതെ പണിഷ്മെന്റ് വാങ്ങിയിട്ട് ഈ ഇരിക്കുന്നത് പോലെയൊക്കെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഇവൾക്കാണെങ്കിൽ തീരെ പറ്റുന്നില്ല. എന്തിനാ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ, എനിക്ക് എന്തോ നാണക്കേട് തോന്നുന്നു എന്നൊക്കെ സിയോന പറയുമ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ചിരിയൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവള് സെക്കൻഡ് ടൈം ആയിരിക്കും ഇതുപോലെ ഒരു പണിഷ്മെന്റ് വാങ്ങി നിൽക്കുന്നത്. അപ്പോൾ ജിനു അവിടെ ആലോചിക്കുന്നത്, അതായത് പിന്നീട് ആ പൈസ കിട്ടിയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അന്ന് ഇവളുടെ കൂടെ നിന്ന ഒരു ഓർമ്മ അത് ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെയാണ്. അതായത് ജിനു ഇവന്റെ ഹൈസ്കൂൾ കാലഘട്ടം നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെയാണ് മൂവി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു റഫായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മാറിയിട്ട് അവിടെ കുറച്ച് ഫണ്ണി ആകുന്നുണ്ട്. പിന്നീട് ഇവരുടെ ഫൈനൽ ഇയറിന് മുന്നേ തന്നെ ഇവരൊരു ലാസ്റ്റ് ട്രിപ്പിന് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടായിരിക്കും ഫോട്ടോ എടുത്ത് അവിടെ മൊത്തത്തിൽ അങ്ങ് എൻജോയ് ചെയ്യുന്നതും അതിനുശേഷം ഇവർക്ക് അങ്ങ് ബോർ അടിക്കുകയാണ്. അപ്പോൾ ബോയ്സ് ആണെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ജിനു തന്നെയാണ് ജയിക്കുന്നത്. സൊമ്പിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരാവശ്യമില്ലാതെ ജിനുവിനെ കയറി അങ്ങ് ചൊറിയുന്നതും അങ്ങോട്ട് തല്ലുണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ബോയ്സ് ആണല്ലോ, എന്താ കുറേ അങ്ങ് കഴിയുമ്പോൾ ജിനുവിനും ദേഷ്യം വരുന്നുണ്ട്, ഇവനും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഫൈറ്റ് ഒക്കെ നടക്കുകയാണ്. അങ്ങോട്ട് വരുന്ന സാറാണെങ്കിൽ ഈ പയ്യന്മാരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ കഫ്റ്റീരിയയിലേക്ക് വരുന്ന സിയോനയും ജീസും ആണെങ്കിൽ ബോയ്സിന്റെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഫുഡിയോട് അതെ ഒരു ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ സൺബിനാണെങ്കിൽ എന്താ കാര്യം, ഞാൻ ചെയ്തു തരാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവന് സിയോനയോട് നല്ല താല്പര്യം ഉണ്ടെന്ന് ക്ലിയർ ആവുകയാണ്. അതിന്റെ ആവശ്യമില്ല, ഇത് ഫുഡിക്ക് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ എന്ന് സിയോന അപ്പോൾ അവിടെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഈ സ്ലീപ്പി ഉണ്ടല്ലോ, അവനാണെങ്കിൽ അതെ ഒരു സ്റ്റോറി പറയട്ടെ, ഒരു ഗോസ്റ്റ് സ്റ്റോറി ആണെന്നൊക്കെ പറയുമ്പോൾ ജീസു ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നങ്ങ് പറയുന്നുണ്ട്. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ്, അതായത് ഒരു നൈറ്റിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, അവിടെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി എഴുതുന്നതിൻ്റെ സമയത്ത് പെട്ടെന്ന് റെഡ് പേന താഴെ വീണു പോയി. ആ പേന എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുന്ന ടൈമിൽ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ കാല് കാണാനില്ല. ഇവളാണെങ്കിൽ പേടിച്ചിട്ട് നോക്കുന്ന ടൈമിൽ ആ പെൺകുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് പോകുന്നതും ഈ പെൺകുട്ടി ഗോസ്റ്റ് ആയിട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണെന്നൊക്കെ പറയുന്നതും ഇവൻ്റെ ഈ സ്റ്റോറി പറയുന്ന രീതിയും എല്ലാം കൊണ്ടാകുമ്പോൾ ഈ രണ്ട് ഗേൾസും അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഗേൾസ് മാത്രമല്ല ബോയ്സും. സംബിനാണെങ്കിൽ പേടിച്ചിട്ട് ജിനുവിൻ്റെ കൈയും പിടിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ച് ജീസ് ചൂടായിട്ടാണ് സിയോനയും കുട്ടി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന ടൈമിൽ സിയോനയാണെങ്കിൽ ജീസുവിനോട് ഇനി എക്സാമിന് 2 വീക്സ് മാത്രമേ സമയമുള്ളൂ, ഞാൻ കുറച്ചുകൂടി നൈറ്റിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സ്കൂളിൽ, ഇയാൾക്ക് കൂടി എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തിന്, എനിക്കൊക്കെ 2 വീക്സ് തന്നെ ധാരാളമാണ്, ഇതിനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചീസല്ലേ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ചിരി വരുന്ന സിയോനയാണെങ്കിൽ അല്ല തനിക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് എന്നോട് ക്രഷ് വല്ലതുണ്ടോ എന്ന് ജിനു ചോദിക്കുന്ന ടൈമിൽ പിന്നെ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ എനിക്ക് നല്ല ആമ്പിള്ളേരോട് അങ്ങനെ തോന്നിക്കൂടെ എന്നാണ് കേട്ടോ ഇവള് തിരിച്ചു ചോദിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ ഇപ്പം എന്താ വേണ്ടേ, പഠിക്കാൻ കൂടെ ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇരുന്നോളാം, ഒരു ഔദാര്യമായിട്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ ഇരിക്കുന്നതും പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ബെറ്റ് വെക്കാം, ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്നതാ, പക്ഷെ നീ ഇത് സമ്മതിച്ചു തരുന്നില്ല, നമ്മൾ രണ്ടുപേരും പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാ കിട്ടുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം, തിരിച്ചാണെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാനും ചെയ്യാന്ന് ഇവൻ പറയുമ്പോൾ സിയോന ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. സിയോനയാണെങ്കിലും ശരി നീ തോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ മുടി നന്നായി വെട്ടണം എന്ന് പറയുമ്പോൾ ഓക്കെ, പക്ഷേ ഞാൻ ജയിക്കുകയാണെങ്കിലോ നീ ഒരു കാര്യം ചെയ്താൽ മതി, മുടി അഴിച്ചിട്ട് വരണം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ എന്ന് ഇവളും തിരിച്ചു പറയുന്നുണ്ട്. പിന്നീട് എനിക്കറിയായിരുന്നു അവൾക്ക് എന്നോട് ക്രഷ് ഒന്നുമില്ല, പകരം കൂടെ ഇരിക്കാൻ പറഞ്ഞത് അവൾക്ക് നൈറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായതുകൊണ്ടാണെന്ന്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് അവളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മാതിരി ഡയലോഗ്സ് ഒക്കെ പറഞ്ഞെന്നൊരു കള്ളച്ചിരിയോടുകൂടി ജിനു ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ നന്നായി തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ യു ആർ മൈ ആപ്പിൾ ഓഫ് ഐ എന്ന് വെച്ചാൽ പ്രഷ്യസ് ആണെന്ന് ഇതൊക്കെ പറഞ്ഞ് നന്നായി പഠിക്കുന്നതും പിന്നീട് പഠിച്ച് ക്ലാസ്സൊക്കെ മാറി റൂഫ് ടോപ്പിൽ വരെ എത്തുന്നുണ്ട്. ഇവ നോക്കുന്ന ടൈമിൽ സിയോനയുടെ ഫ്രണ്ട് ജീസു അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇവൻ്റെ ഫ്രണ്ട് ഫൂഡി ആയിരിക്കും കേട്ടോ. നേരത്തെ ഫൂഡിയോട് ഒരു ഹെൽപ്പ് ചോദിച്ചല്ലോ, അത് ഇതായിരിക്കും. നൈറ്റിൽ ജിനു സിയോനയുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല രാത്രി വീട്ടിലെത്തിയാലും ഫുള്ള് പഠിപ്പായിരിക്കും, കളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ. അങ്ങനെ എക്സാം ഒക്കെ കഴിയുന്നുണ്ട്. പതിവ് പോലെ ഒരു ദിവസം രാത്രി ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ എന്തോ കാര്യത്തിന് പുറത്തു പോകുന്നുണ്ട്, ലൈറ്റ് ഓഫ് ആകുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവളുടെ റെഡ് പേന താഴത്ത് വീഴുമ്പോൾ നേരത്തെ ഫ്രണ്ട്സ് പറഞ്ഞ ആ ഒരു ഗോസ്റ്റ് സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ കറണ്ട് വരുന്നതും ഇവളാകെ അങ്ങ് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങോട്ട് വരുന്നത് ഇവനായിരിക്കും. ഇവനെ കാണുമ്പോൾ തന്നെ ഇവൾക്ക് ചിരി വരികയാണ്. കാരണം എക്സാം കഴിഞ്ഞ്
റിസൾട്ട് വന്നിട്ട് ഇവനായിരിക്കും കുറവ് മാർക്ക്, അതുകൊണ്ട് തന്നെ മുടിയിനെ പറ്റയായിട്ട് വെട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ടാണ് ഇവള് കളിയാക്കി ചിരിക്കുന്നത്. നീ എന്താ ചിരിക്കുന്നത്, എന്താ നല്ല വൃത്തികേടായിട്ടുണ്ടോ ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് പോകുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളുടെ ബാഗ് താഴത്ത് വീഴുന്നുണ്ട് കേട്ടോ. നിനക്ക് തീരെ ശ്രദ്ധയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ബുക്കൊക്കെ പെറുക്കി കൊടുക്കുമ്പോഴാണ് കുറെ ലവ് ലെറ്റേഴ്സ് കാണുന്നത്. ഒരുത്തൻ തന്നെയായിരിക്കും ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നിനക്ക് അവനെ അങ്ങ് തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞൂടേന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഞാനിതിനെ പ്രേമിക്കാനല്ലല്ലോ വന്നിരിക്കുന്നേ, എനിക്ക് കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യം, നിന്റെ സ്വപ്നം എന്താന്ന് ചോദിക്കുന്ന ഇവനോട്. അത് പിന്നെ ആദ്യം നല്ല മാർക്ക് വാങ്ങിയിട്ട് എക്സാം ഒക്കെ കഴിയണം, അതിനുശേഷം നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ കറക്റ്റ് ജിനുവിന്റെ മേത്ത് മൊത്തം ചെളി തെറിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ഇടി വെട്ടുമ്പോൾ സിയോന എന്തോ വെള്ളം കുടിക്കുകയായിരിക്കും, ആ വെള്ളവും ചീറ്റിട്ട് ഇവന്റെ മേത്തേക്ക് ആകുന്നുണ്ട്. അയ്യോ സോറി എന്ന് സിയോന പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിനു ആണെങ്കിൽ ഇവന്റെ വെള്ളവും ഇവളുടെ മേത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ കളിക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരു നല്ല സീനൊക്കെയാണ് കാണിക്കുന്നത്. ഞങ്ങളവിടെ എന്താ ശരിക്കും കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മ തന്നെ ഇല്ല. പക്ഷേ അന്ന് നൈറ്റിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നതും പിന്നീട് സിയോനയെ നല്ല നൈസായിട്ട് വായി നോക്കി നിൽക്കുന്ന ജിനുവിനെയാണ് കാണിക്കുന്നത്. ജിനു ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ എന്നാലും ഒരു കോലം കണ്ടില്ലേ. ഈ പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ട് വല്ല ബെറ്റിനും പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും പെൺകുട്ടികളോട് ഇങ്ങനെ ക്രഷ് തോന്നുന്നത് അത്ര നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് കളിയാക്കുമ്പോൾ എനിക്ക് ക്രഷ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ജിനുവിനോട് അപ്പൊ പെൺകുട്ടികളോടല്ലേ ബോയ്സിനോടാണോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആ ടൈമിലാണ് അവിടേക്ക് മുടി അഴിച്ചിട്ട് നന്നായി പരത്തി കൂളായിട്ട് സിയോന പോകുന്നത് കാണുന്നത്. ഇവരെല്ലാവരും തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് വായി നോക്കുന്ന ടൈമിൽ ജിനു ആലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഓൾറെഡി ഞാനല്ലേ ബെറ്റിൽ തോറ്റത്, ഇവള് ജയിച്ചതല്ലേ, പിന്നെ എന്തിനു മുടി അഴിച്ചിട്ട് വന്നു എന്നാണ്. പക്ഷേ എനിക്കത് ചോദിക്കാനുള്ള ധൈര്യം വന്നില്ലായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവള് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമാകും എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ഇവര് കുറച്ച് സീരിയസ് ആകുന്നുണ്ട്, നന്നായി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ ഞാൻ കൂടുതലും നൈറ്റ് ക്ലാസ്സിന് പോയിരുന്നു. അതിനൊരു കാരണമുണ്ട്. ലാസ്റ്റ് ഇയറിൽ ഞാനും സിയോനയും ഡിഫറെന്റ് ക്ലാസ്സുകളിലായിരുന്നു. സോ സിയോനയെ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അത് നൈറ്റ് ക്ലാസ് ഉള്ളപ്പോഴാണെന്ന് പറഞ്ഞ് ആ ഒരു ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്തിരുന്നു എന്ന്. അങ്ങനെ ഇവരുടെ ഫൈനൽ ഇയർ എക്സാം എത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 6 വർഷത്തെ എലിമെന്ററി സ്കൂൾ പഠനം, 3 വർഷത്തെ മിഡിൽ സ്കൂളും 3 വർഷത്തെ ഹൈസ്കൂൾ പഠനവും കഴിഞ്ഞ് 12 വർഷത്തെ സ്കൂൾ പഠനത്തിന് ഒറ്റ ടെസ്റ്റിലൂടെ ഇവർ മാർക്ക് ഇടുകയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നന്നായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും അതിനുശേഷം പിന്നീട് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, കോളേജ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമല്ലേ, ഇവർ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. കരോക്കേക്ക് പോകുന്നുണ്ട്, അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നുണ്ട്, ഒരു നല്ല സോങ് ഒക്കെ ഇട്ടിട്ട് ഇവർ നന്നായി എൻജോയ് ചെയ്യുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ഇവർ ബീച്ച് വിസിറ്റ് ചെയ്യുന്നതും അവിടെ ഇതുപോലെ നന്നായി ഒക്കെ കളിക്കുന്ന ടൈമിൽ സംബിനാണെങ്കിൽ നൈസായിട്ട് സിയോനയെ പ്രപ്പോസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഫ്രണ്ട്സിന്റെ കൂടെയാണല്ലോ, അത് നൈസായിട്ട് ചീറ്റി പോകുന്നുണ്ട്. പിന്നീട് അല്ല നിങ്ങൾക്കൊക്കെ ആരൊക്കെ ആകാനാ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ സംബിനാണെങ്കിൽ ഒട്ടും സംശയമില്ലാതെ അതായത് ലോ സ്കൂളിൽ ചേരണം എന്ന് പറയുന്നുണ്ട്. ഫുഡി ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ സ്ലീപ്പി ആണെങ്കിൽ കുറെ ദിവസമായി നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ശരിക്കും ഒന്ന് ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഇത്രയും ദിവസം ഉറങ്ങിയിട്ട്. ജീസു ആണെങ്കിൽ എനിക്ക് കെ പോപ്പ് സ്റ്റാർ ആകണം, വേണ്ട കെ പോപ്പ് ഇൻഡസ്ട്രിയിൽ ഒന്ന് കയറി പറ്റിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും തന്നെ സിയോനയോട് താല്പര്യം ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല, കോളേജിൽ ചേരണം, നന്നായി പഠിക്കണം, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജിനു ആണെങ്കിൽ എന്നോട് ചോദിക്കുന്നില്ലേ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട്. എന്താ നിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു മനുഷ്യരാകണം, എല്ലാവരും രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ സംബിനാണെങ്കിൽ അയ്യട ക്ലീശ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അമ്മയാണെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചങ്ങ് തള്ളുന്നുണ്ട്. ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവന് സിയോനയുടെ കോള് വരുന്നത്. അതായത് നന്നായി പഠിച്ചിരുന്ന ഇവനേക്ക് നന്നായി പഠിച്ചിരുന്ന സിയോനയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം മാർക്ക് ഒരുപാട് പോകുന്നുണ്ട്, ഇവനേക്കാൾ താഴെയാകുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മിസ്റ്റേക്ക് പറ്റി, ഇത്രയും കാലം ഞാൻ പഠിച്ചത് വെറുതെ വേസ്റ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞ് ഇവള് കരയുന്ന ടൈമിൽ ഇവൻ എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ആ ടൈമിൽ നന്നായി മഞ്ഞും വീഴുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ നൈസായിട്ട് കൈ കൊണ്ട് അതായത് ഇവളുടെ താഴെ മുകളിൽ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ക്യൂട്ടസ്റ്റ് സീനൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ ഗ്രാജുവേഷൻ സെറിമണി നടക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒക്കെ തന്നെ ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. എല്ലാവർക്കും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. സംബിനാണെങ്കിൽ സോളിലുള്ള നല്ലൊരു പ്രസ്റ്റീജിയസ് കോളേജിൽ കിട്ടുന്നുണ്ട്, ജിനുവിനും കോളേജിലൊക്കെ തന്നെ നല്ലത് കിട്ടുന്നുണ്ട്. പക്ഷെ സിയോനയ്ക്ക് അത്ര നല്ല കോളേജൊന്നും ആയിരിക്കത്തില്ല, ഒരു ഇടത്തരം കോളേജിലാണ് കേട്ടോ അഡ്മിഷൻ കിട്ടുന്നത്. ഈ സ്ലീപ്പിക്കാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവൻ ഓൾറെഡി ലേറ്റ് ആണല്ലോ, അതുപോലെ ഈ ഒരു കാര്യത്തിലും
ഏറ്റവും അവസാനമാണ് ഇവനും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ എൻജോയ് ചെയ്യുന്ന ടൈമിൽ സിയോണി ആണെങ്കിൽ ജീസുവിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇനി പിരിയാൻ പോവുമല്ലേ. ആ ടൈമിൽ ഒരുപാട് പേരുടെ ഹാപ്പിനെസ് ഉണ്ട്, ഒരുപാട് പേരുടെ സന്തോഷമുണ്ട്, സോറി പറയണം എന്നൊക്കെ പറഞ്ഞ് സിയോനെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ആരോടാന്ന് കളിയാക്കിയിട്ട് ജീസുവോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ആര്, എന്താ ക്രഷാണോ മോളെ എന്ന് ചോദിക്കുന്ന ജീസുവിനോട് അങ്ങനെയും പറയാന്ന് പറഞ്ഞ് ഇവിടെ രഹസ്യമായിട്ട് ചെവിയിൽ എന്തോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരവിടെ മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നതും പിന്നീട് ജിനു ആണെങ്കിലോ സിയോനയോട് ചോദിക്കുന്നുണ്ട് തൻ്റെ ഡ്രീം എന്താ, വല്ലതും തീരുമാനിച്ചു എന്ന്. നന്നായി പഠിക്കണം, ഒരു ടീച്ചർ ആകണം എന്ന് ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് കലക്കി എന്ന് പറയുന്ന ജിനു ആണെങ്കിൽ അല്ല പഠിത്തം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അല്ല ഡേറ്റും ചെയ്യണമെന്ന് പറയുമ്പോൾ ഡേറ്റിംഗ് ഉണ്ടല്ലേ, എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഒരു വിഷ് ബാൻഡ് ഇവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഭയങ്കര മടിച്ചിട്ട് നാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. എന്നാൽ ഇവൾക്ക് നല്ല താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. ഇത് നന്നായി തന്നെ കയ്യിലിടണം, ഇത് പൊട്ടുന്ന ടൈമിൽ നിന്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ നടത്തി തരാമെന്ന് പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും സൂപ്പർ ബിസി ആയിരുന്നു, പക്ഷേ കോണ്ടാക്റ്റ് ഒക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു, അടിപൊളിയായിരുന്നു. മിക്കപ്പോഴും ഡ്രിങ്കിങ് പാർട്ടിയൊക്കെ നടക്കാറുണ്ട്, നന്നായി തന്നെ കുടിക്കാറുണ്ടെന്ന് പറയുന്നതും സിയോനയെ മീറ്റ് ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നന്നായി തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവളുടെ ക്ലാസ്സും കാണിക്കുന്നുണ്ട്. ഇവൻ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇവളുടെ കോളേജ് ഫോട്ടോയിൽ ഇവളുടെ അടുത്ത് തന്നെ ഒരുത്തിരിക്കുമ്പോൾ ഇതാരടാ എന്ന് ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ കൊള്ളാലോ സുന്ദരി പെൺകുട്ടി ആരാന്നൊക്കെ അവിടെ ചോദിക്കുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ സിയോനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ കപ്പിൾ സെറ്റ് റെഡിയായി എന്ന് പറഞ്ഞ് വെയിട്രസ് ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കപ്പിൾ സെറ്റോ എന്ന് ചിരിച്ചുകൊണ്ട് ഇവൾ ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ 2 സെറ്റ് അതാ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവൻ കടന്നങ്ങ് പരുങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് ആയിരിക്കുമല്ലേ, നല്ല മാച്ച് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെയല്ല എന്നൊക്കെ ജിനിയോട് പറയുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിലും അതെ ഞാൻ അത്ര നല്ല കുട്ടിയൊന്നുമല്ല, കുറേ മിസ്റ്റേക്കൊക്കെ വരുത്താറുണ്ട്, കുറേ ക്ലംസിയാണ്, കണ്ടില്ലേ കഴിഞ്ഞ എക്സാം തന്നെ ഞാൻ എന്തോരം മിസ്റ്റേക്ക് വരുത്തി, സോ അത്ര ബെറ്റർ ഒന്നുമല്ല, അതുകൊണ്ട് എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും നന്നായി തീരുമാനിക്കണം, ഞാൻ ഇയാൾക്ക് പറ്റിയ ആളാണെന്നൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്ന ഇവൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. ഇവളെന്തേ പറയുന്നത്, ഞാൻ ഇവൾ അറ്റ്ലീസ്റ്റ് പ്രപ്പോസ് പോലും ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ ഇവൾ എന്നെ റിജക്റ്റ് ചെയ്യുവാണോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഞാൻ ഭയങ്കര ഇമ്മെച്യൂർ ആയിരുന്നു, ഒരു മെച്യൂരിറ്റി ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നല്ല സ്ട്രോങ് ആവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഈ സ്പോർട്സ് കോളേജിലൊക്കെ ആണല്ലോ, അപ്പോൾ ഈ ബോക്സിങ്ങിനൊക്കെ ചേരുന്നുണ്ട് കേട്ടോ, നന്നായി അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് സിയോനയോട് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ ഈ സ്പോർട്സിനൊക്കെ ചേരുന്നത്, ഭയങ്കര ഡേഞ്ചർ ആണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്നതും ഒരു ഗെയിം വരുന്നുണ്ട്, താൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സിയോനെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ആ ഗെയിമിന് അവൾ വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓപ്പോണന്റിന്റെ കയ്യിൽ നിന്ന് നന്നായി തല്ലി വാങ്ങി കൂട്ടുമ്പോഴാണ് സിയോനയെ കാണുന്നത്. എനിക്ക് ആകെ എന്തോ പോലെയായി. അവളാണെങ്കിൽ ദേഷ്യത്തിൽ പോകുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പിന്നാലെ വരുന്ന ജിനു ആണെങ്കിൽ ഇവളോട് ഓരോന്നൊക്കെ പറഞ്ഞ് നന്നായി കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ ഞാനിപ്പോൾ എല്ലാം കണ്ടതാണ്, എന്തുമാത്രം ഡേഞ്ചറാണ്, ഈ സ്പോർട്സ് കളിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കൂളല്ലടാ, നമ്മുടെ കോളേജ് ലൈഫ് അല്ലേ, ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടേ, ഇത് ഞാൻ പഠിക്കാണ്ട് കളിച്ച് നടക്കുന്നതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറേ കാര്യമായിട്ട് ഇവളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിൽ അവിടെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരാണെങ്കിൽ ഇവളെ നൈസായിട്ടൊന്ന് കമൻ്റ് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ദേഷ്യം വരുന്നുണ്ട്. ഇവൻ തല്ലാൻ പോകുമ്പോൾ വേണ്ട പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഇവൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ പരിധി വിടുന്ന ടൈമിൽ ഇവൻ പോയിട്ട് അവരായിട്ട് നന്നായി തല്ലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ദേഷ്യത്തിൽ നിൽക്കുന്ന സിയോനയാണെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിനക്ക് ഇപ്പോഴൊരു ബോധം വന്നിട്ടില്ല, ഇങ്ങനെ കടന്ന് തല്ലുണ്ടാക്കേണ്ട ആവശ്യം എന്താ, അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് പോരല്ലേ വേണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തു ചെയ്തു എന്നാ പറയുന്നേ, നിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ വെറുതെ നിൽക്കണമെന്നൊക്കെ ചോദിച്ച് ഇവനും ചൂടാകുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, നീ ഭയങ്കര ഇമ്മെച്യൂറാണ്, നിനക്ക് ഇപ്പോഴും ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി മെച്യൂരിറ്റി വന്നിട്ടില്ല, നിനക്ക് എന്തു പറഞ്ഞാലും എന്നെ ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുകയല്ലേ ചെയ്യുക. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ തോന്നുന്നത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് അങ്ങ് പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സിയോനിയാണെങ്കിൽ എന്നാൽ പിന്നെ വേണ്ടാന്ന് വെച്ചോളൂ എന്ന് തിരിച്ചങ്ങ് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോരുമ്പോൾ ഇവന് നിൽക്കണം, തിരിഞ്ഞ് നോക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അന്നത്തെ ഒരു പ്രായമാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, അതായത് ആൺകുട്ടികളേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പെൺകുട്ടികൾക്ക് മെച്യൂരിറ്റി വരുമെന്ന്. അന്നതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് ഇവരുടെ ഒരു ഫൈറ്റിനെ പറ്റിയിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അലവലാദികൾ ഈ ഫൈറ്റ്
ഫൈറ്റിനെ പറ്റി അറിഞ്ഞിട്ട് ഒരെണ്ണം പോലെ എൻ്റെ അടുത്തേക്ക് വരാതെ എല്ലാവരും സിയോനയുടെ അടുത്തേക്കാ പോയെന്നൊക്കെ പറയുന്നതും, പക്ഷെ ഇവൻ പറയുന്നത് കാര്യമല്ല. കാരണം സ്ലീപ്പി മാത്രം ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എടാ എന്താ പറ്റിയടാ, നിനക്ക് അവളെ തടയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ സങ്കടത്തിൽ ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. സമാധാനിപ്പിക്കാൻ വരുന്ന സ്ലീപ്പി ആണെങ്കിലോ എന്നാലും അവന്മാർ ഒറ്റാൾ നിന്നെ വിളിച്ചില്ലേ ജന്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് അതായത് കൂടുതൽ ഇവനെ വിഷമിപ്പിക്കുകയാണ്. അതായത് നല്ല ഒരു ലവ് സോങ് ഒക്കെ പാടിയിട്ട് കേട്ടോ. ഇവന് ദേഷ്യം വരുന്നുണ്ട്. ഇതേ ടൈമിൽ സിയോനയുടെ അടുത്തേക്ക് സംബിൻ ആണെങ്കിൽ പറന്നെത്തുന്നുണ്ട് കേട്ടോ. രണ്ടാളും അവരുടെ കോളേജ് ലൈഫിനെയൊക്കെ പറ്റി സംസാരിക്കുന്നതും സംബിൻ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തുവല്ലോ, അപ്പം എങ്ങനെയാ തിരിച്ച് പണ്ടത്തെ പോലെ തന്നെ പാച്ചപ്പ് ആകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ പറയുന്നില്ല. ഇവനാണെങ്കിൽ അവസരം മുതലാക്കുക എന്ന് തോന്നരുത്, നിങ്ങൾ പാച്ചപ്പ് ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ സിയോനയാണെങ്കിൽ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് ഇവൾക്ക് കൊടുക്കുന്നതും എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇവൾ എന്താ തിരിച്ചവിടെ പറയുന്നതെന്ന് കാണിക്കാതെ നേരെ കാണിക്കുന്നത് ഈ ജിനുവിനെയും സ്ലീപ്പിയെ ആയിരിക്കും. ഇവരിതുപോലെ ഒരു ബാറിലിരുന്ന് അങ്ങ് അടിച്ച് പൂസാകുന്നതും ചുമ്മാ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുത്തനായിട്ട് അങ്ങ് ഫൈറ്റ് ആകുന്നുണ്ട്. അങ്ങനെ അവിടെ മൊത്തത്തിൽ കടന്ന് അലമ്പാകുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് ഇവർക്ക് എന്തായാലും നിർബന്ധമായിട്ട് 2 വർഷം മിലിറ്ററി സർവീസ് ചെയ്യണമല്ലോ. അങ്ങനെ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഇവന്റെ കയ്യിൽ ബാൻഡ് കാണുമ്പോൾ അത് സിയോനെ കെട്ടിക്കൊടുക്കുന്നതായിരിക്കും. ഇതെന്താ സംഭവം, ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല, താനൊരു ആർമി ഓഫീസറാണെന്നൊക്കെ പറഞ്ഞത് അങ്ങ് പൊട്ടിച്ചു കളയുന്നുണ്ട്. ആ ടൈമിലാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ യൗവനം കഴിഞ്ഞുവെന്നും അതുപോലെ എൻ്റെ ലൈഫിൽ നിന്ന് സിയോന പോയി എന്നും. പിന്നീട് ഇവൻ്റെ ഒരു ദുരന്തമായിട്ടുള്ള ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. മിലിറ്ററിയിലാണല്ലോ, അപ്പോൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യണം, ബുദ്ധിമുട്ടണം. അതുപോലെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു ടാസ്ക് വരുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ ആരെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സംബിനിയാണെന്ന് പറഞ്ഞ്, അതായത് സംബിനും സിയോനും തമ്മിൽ സെറ്റായി എന്നിവൻ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെ ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ സംബിനെ ചീത്തയും വിളിച്ചിട്ടാണ് ഇവൻ എടുത്ത് ചാടുന്നത്. ഇതേ ടൈമിൽ കഫ്റ്റീരിയയിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന സംബിനെയും സിയോനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ സംബിൻ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവൾ അത്യാവശ്യം നന്നായി എക്സാം എഴുതിയില്ല, അതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്, ആ എക്സാം വീണ്ടും എഴുതണം, തനിക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുന്ന ടൈമിൽ മറ്റ് ടേബിളിൽ ഇരിക്കുന്ന ഒരു ലവേഴ്സിനെയാണ് കേട്ടോ ഇവൾ ശ്രദ്ധിക്കുന്നത്. ഇവളാണെങ്കിലോ സംബിൻ നിനക്ക് ഞാൻ എങ്ങനെയുള്ളൊരു പെൺകുട്ടിയാകണം എന്നാണ് ആഗ്രഹം, എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ എന്തൊക്കെയോ മറുപടി അവിടെ പറയുന്നുണ്ട്, അതൊന്നും അവിടെ കാണിക്കുന്നില്ല. പിന്നീട് 1 വർഷങ്ങൾക്ക് ശേഷം കൊറിയയിൽ ഈ ഫ്ലഡൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല കൊടുങ്കാറ്റ്. അങ്ങനെ ഈ മിലിറ്ററി സർവീസിലുള്ള ജിനുവിന്റെ ടീമൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് എസ്കേപ്പ് ആക്കാനൊക്കെ പോകുന്നുണ്ട്. ആ ടൈമിലാണ് ഈ മറ്റ് സ്ഥലങ്ങളിലും നന്നായി തന്നെ ഫ്ലഡ് വരുന്നുണ്ട്. അവിടെയായിരിക്കും സിയോനയുടെ വീടുണ്ടായിരിക്കും. ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇവന്റെ സീനിയർ സാറിനോട് ഒന്ന് ഫോൺ വിളിച്ചോട്ടെ, അത്യാവശ്യമാണ്, 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല, അങ്ങനെ അനുവദിക്കത്തില്ല എന്നൊക്കെ സാറ് വലിയ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇതേ സാറ് തന്നെ നൈറ്റിൽ ഇവന് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മിനിറ്റ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിലോ സിയോനയെ വിളിക്കുന്നതും ഇവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇത് ജിനു ആണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ടൈമിൽ എന്നെ വിളിക്കാൻ തോന്നിയല്ലോ, എന്നെ കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്ന സിയോനയാണെങ്കിൽ വിളിക്കാൻ പക്ഷേ ഇത്രയും സമയം എടുത്തല്ലേ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അത് പിന്നെ താനും സംബിനും തമ്മിൽ ഓൾറെഡി ഡേറ്റിങ്ങിലാണല്ലോ എന്ന് പറയുമ്പോൾ ഡേറ്റിങ്ങോ, അത് ആര് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെയാണല്ലോ കേട്ടേന്ന് പറയുന്ന ജിനുവിനോട് ആൾക്ക് എന്നെ അങ്ങനെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല എന്ന് ഇവള് പറയുമ്പോൾ ബെസ്റ്റ് ആരാ പറഞ്ഞ് അവന് നിന്നെ ഒടുക്കത്തെ ഇഷ്ടമാണെന്ന് പറയുന്ന ജിനുവിനോട് എന്നാലേ അത് തോന്നില്ല, ആള് എന്നെ മറ്റാരൊക്കെയോ ആയിട്ടാണ് കാണുന്നത്, ശരിക്കുള്ള എന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാര്യമായിട്ട് പറഞ്ഞ അങ്ങനെ ശരിക്കുള്ള സിയോനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് താനാണെന്ന് പറയുന്നതും എന്നിട്ട് എന്തിനാ എന്നെ വിട്ടുപോയി എന്ന് ചോദിക്കുന്ന ജിനുവിനോട് ആര് വിട്ടുപോയി, ഇയാളല്ലേ ഒന്നും പറയാതെ തല്ലുകൂടിയിട്ട് പോയത്. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡേറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല സ്നേഹമായിരിക്കും, പിന്നെ അത് കുറഞ്ഞു വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരുപാട് അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജിനു ആണെങ്കിൽ ബെസ്റ്റ് ഞാനൊന്നും പറയാതിരുന്നത്, ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതായത് അന്ന് തല്ലുകൂടി ഇരിക്കുകയാണല്ലോ, നീ എങ്ങാനും ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, അതുകൊണ്ടൊക്കെയെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയല്ലോ, എന്തായാലും ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന സിയോനയോട് ഞാനും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ജിനു അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ചാർജ് കഴിഞ്ഞിട്ട് കോൾ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ്റെ ആർമി സർവീസ് ഒക്കെ കഴിഞ്ഞ് ലൈബ്രറിയിൽ നിന്നും കുറേ ബുക്സ് ഒക്കെ എടുത്ത് റിസർച്ച് ചെയ്യുന്ന ജിനുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞു, എല്ലാവരും അവരുടെ ഡ്രീം കെട്ടിപ്പോക്കുന്നതിന്റെ തിരക്കിലാണ്. സ്ലീപ്പിക്ക്
ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അവനിപ്പോൾ സെയിൽസിൽ അടിപൊളിയാണ്. അതായത് ഒരു കപ്പിള് ഇതുപോലൊരു കിടക്ക വാങ്ങാൻ വരുന്നുണ്ട്. സ്ലീപ്പിയുടെ കാര്യം പറയേണ്ടല്ലോ, അതിൽ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെയായിരിക്കും ഈ സെയിൽസിൽ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് കേട്ടോ. ഹോട്ടിയാണെങ്കിലോ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടുന്നുണ്ട്. ആ ഗേൾ ഫ്രണ്ടിൻ്റെ കടയിൽ ഒരു അടിപൊളി കുക്കായിരിക്കും അവൻ. അങ്ങനെ അവനും സെറ്റാകുന്നുണ്ട്. പിന്നെ സംബിൻ, അവനാണെങ്കിൽ അച്ഛൻ്റെ തീരുമാനം കാരണം വക്കീലാവാതെ നേരെ പ്രോസിക്യൂട്ടർ ആകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കരിയറും സെറ്റ് ആവുകയാണ്. ഫുഡി ആണെങ്കിൽ ഒരു കേപ്പോപ്പ് ഇൻഡസ്ട്രിയിലെ ഡയറക്ടറായിട്ട് കയറി പറ്റുന്നുണ്ട്. ഫുഡിയുടെ കൂടെ തന്നെ ആ ഗ്രൂപ്പിലെ കോറിയോഗ്രാഫറായിട്ട് ജീസുവും അങ്ങ് തിളങ്ങുന്നുണ്ട്. ഈ കേപ്പോപ്പ് സ്റ്റാർ ആകാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ ഡ്രീമിൻ്റെ തൊട്ടടുത്തെത്തിയത് കൊണ്ട് തന്നെ ജീസുവും അതുപോലെ ഫുഡിയും ഒക്കെ ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും സെറ്റായിട്ടുണ്ടായിരിക്കും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് സീരീസിൻ്റെ ഡയറക്ടറാണ് ഞാൻ. അതായത് ഇവ നന്നായി തന്നെ കാർട്ടൂണൊക്കെ വരയ്ക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആനിമയിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സിയോനയുടെ കോള് വരുന്നുണ്ട്. എന്താ മോളെ, ഡേറ്റിങ്ങിനെങ്ങാനും വിളിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഒരു മാറ്റം ഇല്ല എന്ന് പറയുന്ന സിയോനയോട് അല്ല ഡേറ്റിങ്ങിനെങ്ങാനും ആണെങ്കിൽ വരാൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നീ വിളിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് ഒരു മാരേജ് സെറിമണിയിലേക്ക് ഈ ഫ്രണ്ട്സ് ഗ്യാങ് മൊത്തം എത്തിയിട്ടുണ്ടായിരിക്കും. സംബിനാണെങ്കിൽ എന്നാലും നമ്മൾ പ്രേമിച്ച പെൺകുട്ടിയുടെ ഈ മാരേജിന് വരുമ്പോഴേ ഭയങ്കര ഒരു വിഷമമുണ്ട്. ആ ഗ്രൂമിനെ അങ്ങ് തട്ടിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ദുഷ്ടനാടാ, നിനക്ക് കുറച്ചെങ്കിലും സന്തോഷത്തിൽ വലുതും പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, നമ്മൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ അല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ എന്ന് സംബിൻ അവിടെ പറയുമ്പോൾ മാരേജ് സിയോനയുടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആ വെഡ്ഡിങ് ഹാളിലേക്ക് നല്ലൊരു ഗൗണൊക്കെ ഇട്ടിട്ട് കൂളായിട്ട് സുന്ദരിയായിട്ട് സിയോന വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും വരൻ എന്ന് പറയുന്നത് ജിനു ആയിരിക്കും എന്ന്. എന്നാൽ ഇവരുടെ തൊട്ടടുത്ത് തന്നെ ടേബിളിൽ ജിനു ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗ്രൂം സിയോനയുടെ കൂടെ തന്നെ പഠിച്ച ഇവളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും. സംബിൻ പറഞ്ഞ ഒരു കാര്യം തെറ്റാ. അതായത് നമ്മളൊരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി മാരേജ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും സങ്കടം തോന്നില്ല. പകരം നമ്മൾ യഥാർത്ഥത്തിൽ അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവൾ സന്തോഷിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്, ഞാൻ അവളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാന്ന് പറഞ്ഞ് പിന്നീട് ഇവരുടെ ഗ്യാങ് മാത്രം ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡി ആണെങ്കിൽ ഗ്രൂമിനോട് ഞങ്ങളുടെ ക്രഷൊക്കെ ആയിരുന്നു, മര്യാദയ്ക്കൊക്കെ നോക്കണേന്ന് പറയുമ്പോൾ ഞാൻ പൊന്നുപോലെ നോക്കത്തില്ലേ എന്നാണ് ഗ്രൂം തിരിച്ചു പറയുന്നേട്ടോ. അപ്പൊ ഫുഡി ആണെങ്കിൽ അപ്പൊ ശരി ഞങ്ങൾ പോവുക, ഒരു കിസ് ആയാലോ എന്ന് സിയോനോട് ചോദിക്കുമ്പോൾ ഈ ഗ്രൂം അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഫൺ അടിച്ചതാ മാഷി എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സിയോനയാണെങ്കിൽ വേണമെങ്കിൽ കിസ് അടിക്കാന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്നെ കിസ് അടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇവനെ കിസ് ചെയ്യണമെന്ന് ഗ്രൂമിനെ നോക്കി പറയുമ്പോൾ ഇത് കേൾക്കേണ്ട പാതി ഈ ജിനു ഉണ്ടല്ലോ നേരെ വന്ന് ഈ വരനെ അങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ജാതി കിസ്സായിരിക്കും വരന് കൊടുക്കുന്നത്. അവിടെ ആ വെഡ്ഡിങ് കേക്ക് ഒക്കെ അങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട്. ഇത് കാണുന്ന സിയോനയ്ക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ആ ടൈമിൽ ശരിക്കും ആ ഒരു പാസ്റ്റ് സ്റ്റോറിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വിഷമാവും. ഇവർ തമ്മിലുള്ള എല്ലാ നല്ല മൊമെന്റ്സും ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേന കൊണ്ട് പിന്നിൽ കുത്തിയിട്ടാണല്ലോ വിളിക്കാറ്. അങ്ങനെ ഇവന്റെ ഷർട്ടിന്റെ ആ സൈഡിൽ മൊത്തം മഷിയൊക്കെ ആകുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവർ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ടൈമിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് മുടി അഴിച്ചിടുന്നത്. അതായത് ജിനു കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതുപോലെ ജീസുവിനോട് പറയുന്നുണ്ടല്ലോ ആരോടോ ക്രഷ് തോന്നിയെന്ന്. എന്നിട്ട് ഇവളുടെ ചെവിയിൽ പറയുന്നതും ജിനുവിന്റെ പേരാണ്. ജിനു എന്നെ ഡേറ്റിങ്ങിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ജിനുവും ഇവളും ഈ വെഡ്ഡിംഗ് ഗൗണിൽ കിസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവനെ കാണാൻ വന്നിട്ട് രണ്ടുപേരും പിണങ്ങിപ്പോയൊരു സീൻ കാണിച്ചിരുന്നല്ലോ. അതിനുശേഷം ജിനു ആണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും പിന്നീട് ഇവളുടെ അടുത്തെത്തി സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല, അവരങ്ങ് സെറ്റ് ആകുന്നില്ല. പുറത്തേക്ക് പോയ ടൈമിൽ ഇവര് ഈ ലോക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാം. അപ്പൊ ഇവൻ എഴുതിയിടുന്നത് ഇവളെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കണം എന്നൊക്കെയാണ്. അതുപോലെ മിലിറ്ററി സർവീസിൽ ചോദിക്കുന്നുണ്ട് ആരുടെ പേരാ ഫസ്റ്റ് ഓർമ്മ വരുന്നേന്ന്. അപ്പോൾ സംബിന് ചീത്ത പറഞ്ഞ് ഇവൻ ചാടുന്നത് കാണിച്ചിരുന്നു. എന്നാ ഇവൻ സിയോനയുടെ പേരും പറഞ്ഞ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചാടുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ വെഡ്ഡിംഗ് ഗൗണിലുള്ള സിയോനയെ കിസ് ചെയ്യുന്ന ജിനുവിനെയാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇത് സിയോനയെ കിസ് ചെയ്യുന്നതല്ല, സിയോനയ്ക്ക് പകരം സിയോങ്ങിന്റെ ഗ്രൂമിനെയാണ് കേട്ടോ കിസ് ചെയ്യുന്നത്. ഇവൻ ഇത് ഇമാജിൻ ചെയ്തെടുക്കുന്നതാണ്. പിന്നീട് ഇവൻ സിയോനയുടെ അടുത്തേക്ക് വരുമ്പോൾ മറ്റു ബോയ്സ് ആണെങ്കിൽ ഗ്രൂമിനെ കിസ് ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഗ്രൂമിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ജിനു ആണെങ്കിലോ സിയോനയോട് ഞാൻ നീ പറഞ്ഞതുപോലെ ചൈൽഡിഷ് തന്നെയാണ്, അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് സിയോന ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. ആ ടൈമിൽ ഈ ജിനുവിന്റെ ബാക്ക് കാണിക്കുമ്പോൾ ഇവൻ
കോട്ട് ഊരിയിട്ടുണ്ടായിരിക്കും. ഇവൻ ഇട്ടിട്ടുണ്ടായിരിക്കുക പണ്ട് സിയോന എപ്പോഴും ഇവനെ ഈ പേന കൊണ്ട് കുത്തി കുത്തി വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ മഷിയായിട്ടുണ്ടാകും. ആ ഒരു ഡ്രസ്സായിരിക്കോട്ടെ, നമുക്ക് ശരിക്കും സങ്കടം തോന്നും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്നേഹിച്ചിരുന്ന, ഞങ്ങളുടെ എല്ലാവരുടെയും ക്രഷായിരുന്ന ആ പെൺകുട്ടി, ആ ഒരു യൂത്ത്, അതൊക്കെ തന്നെ എപ്പോഴും നല്ലൊരു ഡ്രീമായിരുന്നു. ആ ഡ്രീമിൽ നിന്നും എണീക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, അതിൽ ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന സിയോനിയെയും ഇവിടെ നോക്കി നിൽക്കുന്ന ജിനുവിനെയും കാണിച്ചിട്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ശരിക്കും നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ സാഡൊക്കെ തോന്നും. പക്ഷേ എല്ലാ ലവ് സ്റ്റോറീസും ഹാപ്പി എൻഡിങ് ആയിരിക്കത്തില്ലല്ലോ. ഒരു പക്ഷേ നമ്മുടെ ഫസ്റ്റ് ലവ് എപ്പോഴും സക്സസ് ആവണം എന്നില്ല. അതിലൊരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റാം. ഈ മെച്യൂർ ആകുന്ന ടൈമിലാണല്ലോ ഈ ഒരു പ്രണയമൊക്കെ തുടങ്ങുന്നത്. പിന്നീട് മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ സങ്കല്പങ്ങൾ എല്ലാം തന്നെ ഒരു ചേഞ്ചസ് ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഡയറക്ടർ ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാ സ്റ്റോറീസും മൂവീസൊക്കെ പോലെ ഹാപ്പി എൻഡിങ് ആയിരിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച് ലൈഫിൽ ഇങ്ങനെയും ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ. സോ അങ്ങനെ വിചാരിച്ച് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. അപ്പോൾ എങ്ങനെയാ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? പെട്ടെന്ന് തുടങ്ങി, അതായത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു മൂവി. ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഫണ്ണൊക്കെ അടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന മൂവി. ഓൾറെഡി നിങ്ങൾ മറ്റു വേർഷനിലുള്ള ഈ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേർഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യത്തില്ലേ? അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് കൂടെ കൂടാനൊന്നും മറക്കല്ലേ.